നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദ്രാവകം നിറച്ചൊരു കുപ്പി, അത് തുറക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിലുള്ള സാധനം, ആ ലിക്വിഡ് എന്തായാലും പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥ. ആ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. ആ മൂടിയൊന്ന്, ആ ഒരു അടപ്പൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ളതൊക്കെ ഒരുമിച്ചങ്ങ് പുറത്തേക്ക് വരും. അതാണ് കിലിയൻ എംബാപ്പയുടെ കാര്യമെന്ന് പറയുന്നു തിബോട്ട് കോർട്ടുവ. യെസ്, എംബാപ്പെ ഗ്രേറ്റ് ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എല്ലാവർക്കും അറിയാം. വരും, മികച്ച പെർഫോമൻസിന് വഴിയെ വരും. അത് കുപ്പിക്കുള്ളിൽ നിന്ന് ആ ദ്രാവകം ഒരുമിച്ച് പുറത്തേക്കങ്ങ് വരാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്താകും? ആ രൂപത്തിലായിരിക്കുമെന്ന് ഉപമിക്കുന്നു തിബോട്ട് കോർട്ടുവ. കോർട്ടുവയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. കിലിയന് ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, ഗ്രേറ്റ് ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ബോട്ടിൽ, അതിൽ ലിക്വിഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഉണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരവസ്ഥ. ബട്ട് സഡൻലി ഇറ്റ് ഓൾ കംസ് ഔട്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പുറത്തേക്ക് വരുന്നൊരവസ്ഥ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് റേഡിയ മാർക്കയോട് തിബോട്ട് കോർട്ടുവ പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ കിലിയൻ എംബാപ്പെ ഒരു ക്വാളിറ്റി പ്ലെയറാണ്, സംശയമില്ല. ഇന്നലത്തെ ആ ഗോള് കണ്ടില്ലേ? വല്ലാത്തൊരു ഗോളായിരുന്നു അത്. വിൻറ്റേജ് എംബാപ്പെ ഈസ് ബാക്ക് എന്നാണ് പല ഫുട്ബോൾ പേജുകളും വിശേഷിപ്പിച്ചത്. അതിമനോഹരമായിട്ട് ആ പന്തുമായിട്ട് ഓടിക്കയറിയിട്ട് അദ്ദേഹം തൊടുത്ത ഷോട്ട് പോസ്റ്റിലടിച്ച് വലയിലേക്ക് പോകുന്നത് സുന്ദരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ തിബോട്ട് കോർട്ടുവയുടെ ആ ഒരു ഉപമ വളരെ കൃത്യമാണ് എന്ന് തന്നെയാണ് മിക്ക ഫുട്ബോൾ നിരീക്ഷകർക്കും പറയാനുണ്ടാവുക. കുപ്പിക്കുള്ളിലെ ദ്രാവകം അത് പുറത്തു വരാൻ ഒരല്പം ബുദ്ധിമുട്ടിയെങ്കിലും പുറത്ത് വന്നു തുടങ്ങിയാൽ ഇനി അത് വന്നുകൊണ്ടേയിരിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.